അതെ വെച്ചു, ഇങ്ങനെ നോക്കി നിന്നാലെങ്ങനെ? നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. അതിനത് ബോംബാണെന്ന് ആരാ പറഞ്ഞു? പാറു சொன்னாலே അത് ബോംബിന്. പാറു അങ്ങനെ പറഞ്ഞു അത് ബോംബാവണമെന്നുണ്ടോ? ചേച്ചി ടൈം ബോംബിനല്ലേ ചേച്ചി ഈ കീ സൗണ്ട് കേൾക്കുന്നേ? പിന്നെ പച്ചക്കറി കടയിൽ ആരും കൊണ്ട് ബോംബ് വെക്കാനാ? ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്താ ബോംബ് വെക്കുന്നത്. അമ്മൂമ്മക്ക് എന്താ അമ്മൂമ്മേ? അതിനിപ്പോ വേറെ എന്തെങ്കിലും ആണെങ്കിലോ? എന്നാ പിന്നെ എന്തിനാ നീ ഓടിയത്? അത് ബോംബെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ ഞെട്ടി. പിന്നെ അമ്മൂമ്മയൊക്കെ ഇറങ്ങി ഓടിയില്ല, അപ്പൊ ഞാനും ഇറങ്ങി ഓടി. അത് ബോംബൊന്നും ആയിരിക്കില്ല. ബോംബാണോ ബോംബല്ലേന്ന് പൊട്ടുമ്പോ അറിയാം. പൊട്ടുമ്പോ അറിയാവുന്നോ? ദൈവമേ, എന്റെ കൊച്ചെന്റെ അമ്മൂമ്മേ! ഞാൻ മറന്നുപോയി. മറന്നുപോയിന്നാ? അയ്യോ, പൊട്ടല്ലേ, പൊട്ടല്ലേ, പൊട്ടല്ലേ. എന്റെ കുഞ്ഞുങ്ങളെ നോക്കണേ, എന്റെ കുഞ്ഞുങ്ങളെ കാക്കണേ ഭഗവാനേ. சீக்கிரம் வரட்டும். வர வர ஓடி வா, ஓடி வா, ஓடி வா, ஓடி வாയോ. പൊന്നുമോള് വാ. ലച്ചു, നീ ഒരു അമ്മയാന്നോടി? ബോംബെന്ന് പറഞ്ഞപ്പോഴത്തേന് അവളിറങ്ങി ഓടിയേക്കുന്നു. കൊച്ചിനെ എടുത്തോണ്ട് വേണ്ടേ ഓടാനേ? പൊന്നുമോള് ഈ സമയത്ത് ഞാൻ അമ്മൂമ്മയാണെന്നും നോക്കൂല, വായിലിരിക്കണ കേക്കരുത്. എന്റെ അമ്മേ, ലച്ചു, എന്താടി പൊട്ടാത്തേ? അതെനിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ പൊട്ടാത്തതാണ് പ്രശ്നം. എന്തായാലും പോലീസിനെ വിളിക്കടി. എനിക്ക് തോന്നണതേ ഇത് ബോംബൊന്നും ആയിരിക്കില്ല, ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. ലച്ചു, ഒരു വേള ബോംബായിരുന്നാ? ഒന്നും മിണ്ടാരിയാണ്ടി, ചുമ്മാ നെഗറ്റീവ് പറയല്ലേ. എനിക്കുറപ്പാ ഇത് ബോംബ് തന്നെയാ. വാരഫലത്തിലെ ദുരിതവും കഷ്ടപ്പാടും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇതെന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതിനിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. നീ എന്തായാലും പോലീസിനെ വിളിക്ക്. പോലീസിനെ വിളിക്കാനാ? എന്റെ അമ്മ ഇതൊന്നും പിള്ളേര് കളിയാ, അങ്ങനെയൊന്നും പോലീസ് വിളിക്കാൻ പറ്റത്തൊന്നുമില്ല. എന്നാ പിന്നെ നീ ഒന്ന് പോയി നോക്ക്. ഞാനാ? ആ അത് തന്നെ, ചേച്ചി പോയി നോക്ക്. അത് തന്നെ, നീ പോയി നോക്ക്. നീ അല്ലേ പറഞ്ഞ ബോംബൊന്നും ആയിരിക്കത്തില്ലെന്ന്? അതിപ്പോ എങ്ങാനും ബോംബാണെങ്കിലോ? എന്നാ പിന്നെ ഞാൻ ഒരു ഐഡിയ പറയട്ടാ. അമ്മൂമ്മ പോയി നോക്ക്. ഞാനോ? ആ ബോംബെങ്ങാനും പൊട്ടിയാലോ? അമ്മൂമ്മ ഇത്രയും കാലം ജീവിച്ചല്ലേ, ഞങ്ങളൊക്കെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പോയി നോക്ക അമ്മൂമ്മ. ഞാൻ കേറുന്ന സമയത്ത് ബോംബെങ്ങാനും പൊട്ടിയാലോ? പൊട്ടിയാ പൊട്ടി, വീടങ്ങ് തകരും. ചേച്ചി, വീടെങ്ങാനും തകർന്നു കഴിഞ്ഞാൽ ഹൗസ് ഓണർ വന്ന് വീട് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയും? പറയാനൊന്നുമില്ല, ബാക്കി വരുന്ന വല്ല കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കി കൊടുക്കാം. എന്നാ പിന്നെ കനകാന്റെ ഒരു കാര്യം ചെയ്, ഈ ദൗത്യം ആന്റി തന്നെ അങ്ങ് ഏറ്റെടുക്ക്. ആന്റി ശിവകാശിയില് വലിയ പടക്കമൊക്കെ കണ്ടു വളർന്ന ആളല്ലേ. ലച്ചു, அது சிவகாசியில சின்ன படக்கம், இது பாம்பு. எனக்கு ரொம்ப பயம் லட்சு, நான் போக மாட்டேன். എന്നാ പിന്നെ ചേച്ചി തന്നെ പോയി നോക്ക്. ഞാനാ? എന്നാ പിന്നെ ഞാൻ പോവാല്ലേ? ചേച്ചി എങ്ങാനും പൊട്ടിയ ചേച്ചിയുടെ മുടി പോലും കാണൂല. കൊച്ചെ പേടിപ്പിക്കല്ലേ വെറുതെ. അമ്മൂമ്മയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. ഞാനോ? ആ വരാനോ? പിന്നെ അല്ലാണ്ട് വാ, പോയി നോക്കാന്ന്. നീ അതിനെന്തിനാ ഇങ്ങനെ പേടിപ്പിക്കുന്നേ? എന്നാ വാ. നക്ഷത്രഫലം മോശമാന്ന് പറഞ്ഞപ്പോ ഇത്രയും മോശമാന്ന് ഞാൻ വിചാരിച്ചില്ല. കനക ആന്റിയും കൂടെ വാ. ഇത് നമുക്ക് മൂന്നുപേർ കൂടെ ഒരുമിച്ച് പോയി നോക്കണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പടിനാ പറവല്ല. എന്നാ കൈതാ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നോണേ. അതെ, നിങ്ങൾ ബോംബ് പൊട്ടി വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അതുകൂടെ പറഞ്ഞിട്ടു. അത് ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്, 100 നോക്കിയിട്ട് പോലീസിനെ വിളിച്ചാൽ മതി. അതിന് ഫോൺ വേണ്ടേ? ഫോണില്ലെങ്കിൽ ഞങ്ങൾ ദണ്ഡ് നടക്കേണ്ടി വരും. അത് ഞങ്ങൾക്ക് നാണക്കേടാ. എന്നാ ഇപ്പം അത് കാരണം നാണക്കേടൊന്നും വേണ്ട. അതെ, എങ്ങാനും ബോംബ് പൊട്ടുവാണെങ്കിൽ പോലീസിനെ വിളിക്കണം. ഗെയിം കളിച്ചുകൊണ്ടിരിക്കരുത് കേട്ടാ. അത് ചേച്ചി പേടിക്കണ്ട. അതെ, അമ്മ പോവാ. എങ്ങാനും ബോംബ് സ്ഫോടനത്തിൽ
അമ്മ എങ്ങാനും മരിച്ച മോൾ അച്ഛൻ്റെ അടുത്ത് പറയണം അമ്മയ്ക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, എന്നെങ്കിലും ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയോ? മോളെ അപ്പൂപ്പൻ്റെ അടുത്തും പറഞ്ഞേക്കണം അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് കേട്ടോ. പറയണം കേട്ടോ. என்னோட அப்பா கிட்ட நீ கூப்பிட்டு சொல்லுவியா எனக்கு என்னோட அப்பாவை ரொம்ப பிடிக்கும்னு? അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അപ്പൊ നീ പറഞ്ഞാലും മതി. പോവാട്ടാ. കൊച്ചിനെ നോക്കിക്കൊള്ളേ. നടക്ക്. പിന്നെ നിങ്ങളോടൊരു കാര്യം, പോകുന്ന വഴിക്ക് എൻ്റെ കൈ എങ്ങാനും വെട്ടിച്ചോടിയ ബോംബ് സ്ഫോടനത്തിൽ ഞാൻ മരിച്ച പ്രേതമായിട്ട് വന്ന് നിങ്ങളെ കൊല്ലും. കേട്ടല്ലോ? നടക്ക്, മുമ്പേ നടക്ക്.